കഷ്ടപ്പെട്ട് 20-30 പശുക്കളൊക്കെ വളർത്തി അതിൻ്റെ പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ പാല് പോരാ, അല്ലെങ്കിൽ ആ പാൽ എടുക്കാണ്ടിരിക്കുക. ഇനി ആ പാൽ എടുത്താൽ തന്നെ അതിൻ്റെ ബില്ല് മറ്റൊരാളുടെ അക്കൗണ്ടിൽ ചേർക്കുക. അങ്ങനെ രക്ഷപ്പെട്ടു പോകേണ്ട ഒരു കർഷകനെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കൂട്ടം സൊസൈറ്റി ജീവനക്കാരുടെ വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്താ ചെയ്യലേ, കേരളത്തിൻ്റെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ തന്നെ ദിവസവും 1.5 ലക്ഷം മുതൽ 3 ലക്ഷം ലിറ്റർ പാൽ വരെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ പാൽ നമുക്ക് വാങ്ങിക്കേണ്ടി വരികയാണ്. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്ര പാൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്ഷീരകൃഷി മേഖലയിലേക്ക് യുവ കർഷകർ ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോ ക്ലിപ്സൊക്കെ കാണുന്ന സമയത്ത് അവർക്കിടയിലും ഈ ഒരു കൃഷി എന്നുള്ള മേഖല വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മേഖല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അവരുടെ ഇടയിലേക്കും വരും. അപ്പോൾ എന്തായാലും ആ ഒരു കർഷകന് അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ ആ സൊസൈറ്റി ജീവനക്കാർക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.